ഹായ്, CBSE സയൻസ് ട്യൂഷനിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിലെ CBSE ഫിസിക്സ് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ്. ഏതായാലും അടുത്ത 10th സ്റ്റാൻഡേർഡിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിച്ചു തുടങ്ങാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് ലൈറ്റ് എന്ന ലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഫിനോമിനാസ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നിവയാണ്. മറ്റു ധാരാളം ഫിനോമിനകളുണ്ട്. ഡിസ്പേർഷൻ, ഇൻ്റർഫിറൻസ്, ഡിഫ്രാക്ഷൻ പോലെ ഒരുപാട് ഫിനോമിനാസ് ഉണ്ട് ലൈറ്റിന്. ലൈറ്റ് എന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. ഈ ലൈറ്റ് നമ്മുടെ നാച്ചുറൽ ഒരുപാട് ഫിനോമിനാസ് നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഫിനോമിനയാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന് ആവശ്യമായിട്ടുള്ളത് ഒരു സ്മൂത്ത് സർഫസ് ആണ്. എപ്പോഴാണ് ലൈറ്റ് റേസ് ഒരു സ്മൂത്ത് സർഫസിൽ വന്ന് പതിക്കുന്നത്, ദെൻ ആ ലൈറ്റ് റേസ് വീണ്ടും അത് എവിടെ നിന്നാണ് വന്നത് ആ മീഡിയയിലോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് the light rays when in falls on a smooth surface which returns back to the same medium. Then law of reflection എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിഫ്ലക്ഷൻ എന്ന പ്രോസസ്സിൽ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രതിപാദിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ്. അതായത് നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നിവ തമ്മിലുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കണം. ലോ ഓഫ് റിഫ്ലക്ഷനെ കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന റേ ഡയഗ്രമാണ് ഇത്. ഇതിൽ ഇൻസിഡന്റ് റേ വന്ന് മിററിൽ പതിക്കുകയും പിന്നീട് റിഫ്ലക്ട് ചെയ്ത് റിഫ്ലക്റ്റഡ് റേ ആയിട്ട് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഇൻസിഡന്റ് റേ വന്ന് പതിക്കുന്ന ആ പോയിന്റ് ഓഫ് കോയിൻസിഡൻസ് എന്ന് പറയുന്നുണ്ട്. ദെൻ അതേപോലെ ആ പോയിന്റ് ഓഫ് കോയിൻസിഡൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്ന ഇമേജിനറി ലൈനാണ് നോർമൽ. ദെൻ നോർമലിന്റെ ഒരു വശത്ത് കൂടെ റേ ഓഫ് ഇൻസിഡൻസ് വന്ന് പതിക്കുന്നു. ദെൻ ആ റേ ഓഫ് ഇൻസിഡൻസും നോർമലും കൂടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആംഗിൾ I എന്ന് നമുക്ക് ഇതിൽ കാണാം. ദെൻ ആംഗിൾ R എന്ന് പറയുന്നത് നോർമലും റേ ഓഫ് റിഫ്ലക്ഷനും കൂടെ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദെൻ ലോ ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ R. അതായത് ആംഗിൾ I 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30 ഡിഗ്രി ആയിരിക്കണം.